നമസ്കാരം. ഹണി ഡ്രോപ്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തേനീച്ച കർഷക പരിശീലന കേന്ദ്രത്തിലേക്കാണ്. നമ്മൾ ഇതിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മുൻപത്തെ പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കയറി കാണുക. അപ്പം ഇവിടുത്തെ പ്രവർത്തനങ്ങളും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ സാറിനോടൊന്ന് ചോദിക്കാം. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം, എൻ്റെ പേര് തോമസ് കുട്ടി എന്നാണ്. ഞാൻ ഈ റിസർച്ച് സെൻറ്ററിൻ്റെ റിസർച്ച് ഡയറക്ടറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് തേനീച്ച കർഷക പരിശീലന കേന്ദ്രമാണ്. ഇത് പത്തനംതിട്ട ജില്ലയിലുള്ള തേനീച്ച കർഷക പരിശീലന കേന്ദ്രമാണ്. ഇവിടെ വരാൻ താല്പര്യമുള്ള തേനീച്ച കർഷകർക്ക് സൗജന്യമായിട്ടാണ് ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും കൊടുക്കുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഹണി വാലി എന്ന പ്രോജക്റ്റിനെ പറ്റി ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം, അതൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? പറയാമല്ലോ. ഈ ഹണി വാലി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് നവജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. നവജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു പ്രോജക്റ്റാണ് ഹണി വാലി പ്രോജക്റ്റ്. ഇതിന് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. അതായത് പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വീട്ടിലും ഒരു തേനീച്ച കോളനിയെങ്കിലും വെച്ച് പരിപാലിക്കണം. അങ്ങനെ അതിൽ നിന്ന് തേനെടുത്ത് ദൈനംദിന ജീവിതത്തിൽ അവർ ദിവസവും ഉപയോഗിക്കണം എന്നുള്ള ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഹണി വാലി പ്രോജക്റ്റ് തുടങ്ങിയത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ധാരാളം ആളുകൾ പശുക്കളെ വളർത്തുന്നുണ്ട്, ആട് കൃഷി ചെയ്യുന്നുണ്ട്, കോഴിയുടെ ഫാം നടത്തുന്നുണ്ട്. ഇതിനെല്ലാം പ്രായോഗികമായിട്ട് നിശ്ചിത അളവിൽ സ്ഥലം വേണം. അതുപോലെ തന്നെ തൊഴുത്തോ കൂടോ ഒക്കെ വേണം. കൂടാതെ തന്നെ അതിന് മുതൽ മുടക്ക് കൂടുതലാണ്. ചില കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രായോഗികമായ ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്നാൽ തേനീച്ച നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ തേനീച്ച നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒരു നിശ്ചിത സ്ഥലം നമുക്ക് ആവശ്യമില്ല. ഒരു കൂട് വെക്കാനുള്ള ഒരു സ്ഥലം, എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് തേനീച്ച വളർത്താം. അവർ പോയി അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പൂക്കളിൽ നിന്നും ഒക്കെ തേന് സംഭരിച്ചു കൊണ്ടുവരും. നമ്മൾ കൂടുതൽ അധ്വാനം ഒന്നും ചെയ്യേണ്ട, അവർ സംഭരിച്ചു വച്ചിരിക്കുന്ന തേന് എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലാഭവും ചെലവ് കുറഞ്ഞതും അതുപോലെ തന്നെ ആർക്കും ചെയ്യാവുന്ന, കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ഒരു കൃഷിയാണ്, അല്ലെങ്കിൽ ഒരു ഉപതൊഴിലാണ് തേനീച്ച വളർത്തൽ. അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്, കൃഷി നമ്മൾക്ക് നമ്മുടെ വൃക്ഷങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടി പരപരാഗണം മൂലം ധാരാളം കായ്ഫലങ്ങൾ ഉണ്ടാകാനും തേനീച്ച കൃഷി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മൂന്നാമത്തേതെന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ കേരളത്തിൽ പലരും തേനീച്ച വളർത്തുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേനിൻ്റെ 90% മഴവെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ശേഖരിക്കാൻ തേനീച്ചയെ കൊണ്ട് പറ്റുള്ളൂ. അത് നമ്മൾ തേനീച്ച വളർത്തിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഈജിപ്തുകാരാണെങ്കിൽ തേനിനെ ലിക്വിഡ് സ്വർണം എന്നാണ് പറയുന്നത്. അത്ര വിലപ്പെട്ട ഈ തേന് നമ്മുടെ സംസ്ഥാനത്ത് മഴയിൽ ഒഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തേനീച്ച എല്ലാവരും വളർത്തി നമ്മുടെ പ്രകൃതിയിലുള്ള തേനിനെ പരമാവധി നമുക്ക് എന്നതിന് ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. വളരെ ചെലവ് കുറഞ്ഞ ഒരു കൃഷി രീതിയാണ്. അധ്വാനം വളരെ കുറവാണ്. സ്ഥല സൗകര്യം അല്പം പോലും വേണ്ട. രണ്ടാമത്, നല്ല ഭക്ഷണമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. 3, നമ്മുടെ കൃഷി സമ്പത്ത് വളരെയധികം വർദ്ധിക്കും. ഈ കാരണങ്ങളാലാണ് നമ്മൾ ഹണി വാലി പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം ഒരു വീട്ടിൽ ഒരു തേനീച്ച കോളനിയെങ്കിലും വെച്ച് പരിപാലിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം. തേനീച്ച പരിപാലനം ആർക്കും പഠിക്കാമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ തേനീച്ച പരിപാലനം പഠിക്കുന്നതിന് വേണ്ടി കുറഞ്ഞത് എത്ര ദിവസത്തെ ഒരു ട്രെയിനിങ് ആവശ്യം? ആർക്കും പഠിക്കാം എന്നുള്ളത് ശരി തന്നെയാണ്. അതായത് സ്ത്രീകൾക്ക് ചെയ്യാം, കുട്ടികൾക്ക് ചെയ്യാം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവർ സ്കൂളിൽ നിന്നിട്ടൊക്കെ വന്നിട്ടൊന്ന് ഒന്നാഴ്ചയിൽ ഒരിക്കൽ ശ്രദ്ധിച്ചാൽ മതി. പ്രായമുള്ളവർക്ക് ചെയ്യാം. ഏത് പ്രായത്തിലുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ. ഇത് ഇങ്ങനെ വളർത്താം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
ഇതിന് പരിമിതമായ ഒരു ട്രെയിനിങ് ലഭിച്ചാൽ മതിയാവും. കുറഞ്ഞത് ഒരു പരിചയമില്ലാത്തവർക്ക് തേനീച്ച കൃഷി ചെയ്യാൻ വേണ്ടി ഹണി വാലിയിൽ 3 ദിവസത്തെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. കുറഞ്ഞത് ഒരു 3 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ തേനീച്ച കൃഷിയിൽ നമുക്ക് തുടങ്ങാനുള്ള പരിജ്ഞാനം ലഭിക്കും. 3 ദിവസത്തെ ട്രെയിനിങ്ങിൽ തിയറി ഉണ്ട്, പ്രാക്ടിക്കലുണ്ട്, അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പരിശീലന കേന്ദ്രത്തിൽ എത്ര പേര് വന്നാലും അവർക്ക് ഉള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാവർക്കും സ്വന്തമായി പ്രാക്ടിക്കൽ സൗകര്യമുണ്ട്. കൂടാതെ അവർക്ക് തേനീച്ചയെ എടുത്ത് കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ തേനീച്ചയെ വളർത്തുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണല്ലോ ഈ കുത്തു കിട്ടുക എന്നുള്ളത്. അപ്പം അങ്ങനെ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമ്മൾ അതിനാവശ്യമുള്ള പരിശീലനം ലഭിക്കുകയും പ്രിക്കോഷൻസ് എടുക്കുകയും അതിന് വേണ്ട വെയിൽ, മുഖത്തൊക്കെ കുത്തുകിട്ടാതിരിക്കാനുള്ള വെയിൽ, അതുപോലെ തന്നെ സ്മോക്കർ, ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തേനീച്ച കൃഷി ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവരെ തേനീച്ച കുത്താൻ സാധ്യതയില്ല. മറ്റൊന്ന്, പരിശീലനം കിട്ടിയ ഒരാൾക്ക് ഒരു തേനീച്ചക്കൂട് തുറന്നു നോക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തേനീച്ച കുത്താൻ സാധ്യത ഉണ്ടോ എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പരിശീലനം നേടിയ ഒരാൾ തേനീച്ച വളർത്തുന്നതാണ് ഉചിതം. സാറേ, ഈ സ്മോക്കർ ഉപയോഗിച്ചാൽ തേനീച്ചകൾ കൂട് ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ സ്മോക്കർ എന്ന് പറയുന്നത് ചെറിയതായിട്ട് പുക ഈ തേനീച്ച കോളനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഉപകരണമാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ മൈൽഡായിട്ട്, വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പുക കൊടുക്കത്തുള്ളൂ. അവരല്ല, നമ്മൾ കൂടുതൽ പുക അപ്ലൈ ചെയ്യത്തില്ല. പിന്നെ പരിചയസമ്പത്ത് ഉള്ള ഒരാൾ അധികം സ്മോക്ക് കൊടുക്കാതെ തന്നെ കൂട് കൈകാര്യം ചെയ്യാനുള്ള ശേഷി കിട്ടും. അപ്പോൾ ബാക്കി വീഡിയോ പാർട്ട് 2 കാണാം. അതുവരേക്കും ബൈ ബൈ.